നമസ്കാരം. 17ാമത്തെ ക്ലാസ്. ഇന്ന് 3 ഫോംസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ബ്ലൈൻഡ് ആൻഡ് ഇൻഫോം വോട്ടേഴ്സിന്റെ ഹെൽപ്പറുടെ ഡിക്ലറേഷൻ, അവരുടെ ലിസ്റ്റ്, പിന്നെ ചലഞ്ച് വോട്ടുമായി ബന്ധപ്പെട്ട റെസീറ്റ് ബുക്ക് പരിചയപ്പെടുത്തും. മറ്റൊന്ന്, ചലഞ്ച് വിജയിച്ചാൽ, ഒരു കള്ളവോട്ടിന് ശ്രമിച്ചാൽ അയാളെ SHOയ്ക്ക് കംപ്ലൈന്റ് കൊടുക്കുന്ന രീതി. ഈ 3 ഫോമുകളും നമുക്കുള്ളതാണ്. ഇതിൽ ആദ്യത്തെ ഫോം രണ്ടാമത്തെ വലിയ കവറിലെ 4ാമത്തെ കവറാണ്. രണ്ടാമത്തെ ഫോം റെസീറ്റ് ബുക്ക് എന്ന് പറയുന്നത് 4ാമത്തെ വലിയ കവറിലെ നോൺ സ്റ്റാറ്റ്യൂട്ടറിയിലെ 5ാമത്തെ കവറാണ്. ലെറ്റർ ഓഫ് കംപ്ലൈന്റ് ടു SHO എന്ന് പറയുന്നത് നോൺ സ്റ്റാറ്റ്യൂട്ടറിയിലെ 4ാമത്തെ കവറിലെ വലിയ കവറിലെ 11ാമത്തെ കവറാണ്. നമുക്ക് നേരിട്ട് കടക്കാം. ആദ്യത്തെ ഫോം ബ്ലൈൻഡ് ആൻഡ് ഇൻഫോം വോട്ടർ ഹെൽപ്പറിന്റെ ആണ്. ഇത് പിന്നെ അന്ധരോ അവശരോ ആയിട്ടുള്ള സമ്മതിദായകർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ സഹായിയായി വരുന്നവർ നൽകേണ്ട സത്യപ്രസ്താവനയാണ് ഈ അനക്സർ 18 എന്ന് പറയുന്നത്. അപ്പോ അത് നിയമസഭാ മണ്ഡലം കണ്ടല്ലോ, പൂരിപ്പിക്കും. കംപ്രൈസർ വിത്തിൻ ഡാഷ് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി ഏതാന്ന് എഴുതണം. സീരിയൽ നമ്പർ ആൻഡ് നെയിം ഓഫ് പോളിംഗ് സ്റ്റേഷൻ എഴുതണം. ഞാൻ ഇന്നയാളുടെ മകൻ, ഇത്ര വയസ്സ്, ഇന്നടുത്ത് താമസിക്കും, ഞാൻ ഇതിനാൽ പ്രഖ്യാപിക്കുന്നു, ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഐ ഹാവ് നോട്ട് ആക്റ്റഡ്, ഞാൻ ഇന്ന തീയതിയിൽ മറ്റ് യാതൊരു സംവിധായകന്റെയും സഹായിയായിട്ട് ഒരു പോളിംഗ് സ്റ്റേഷനിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. ഐ ഹാവ് നോട്ട് ആക്റ്റഡ് ആസ് കമ്പാനിയൻ ഓഫ് എനി അതർ എലക്ടർ ഇൻ എനി പോളിംഗ് സ്റ്റേഷൻ ടുഡേ എന്നുള്ളതാണ് ആദ്യത്തെ. രണ്ടാമത്തെ ബി പറയുന്നത്, ടുഡേ എന്ന് പറയുന്നത് അവിടെ ഡേറ്റ് എഴുതിയാൽ മതി. രണ്ടാമത്തെ ബി പറയുന്നത്, ഐ വിൽ കീപ് സീക്രട്ട് ദ വോട്ട് റെക്കോർഡഡ് ടു മീ ഓൺ ബിഹാഫ് ഓഫ്. അപ്പോൾ ഈ സമ്മതിദായകന് വേണ്ടി, ആരാ സമ്മതിദായകന്റെ ഓൺ ബിഹാഫ് ഓഫ്, അയാൾക്ക് വേണ്ടിയാണ് ഇയാൾ വോട്ട് ചെയ്യുന്നത്. ആ വോട്ടിന്റെ സീക്രട്ട് ഞാൻ സ്വകാര്യമായി സൂക്ഷിക്കും എന്നതാണ് ഈ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാഷ് എന്ന സമ്മതിദായകന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ഡാഷിൽ എന്ത് വേണം? ഞാൻ ഇന്നയാളുടെ മകൻ, ഇത്ര വയസ്സ്, ഇന്നടുത്ത് താമസിക്കും, ഹിയർ ബൈ ഡിക്ലെയർ ദാസ് ഐ ഹാവ് നോട്ട് ആക്റ്റഡ് ആസ് കമ്പാനിയായിട്ട് ഇന്ന് ചെയ്തിട്ടില്ല, ദ ഡേറ്റ്, ആ ഡേറ്റിൽ 9/4/2026. ബിയിൽ പറയുന്നത്, ഐ വിൽ കീപ്പ് ഇറ്റ് സീക്രട്ട്, ഇയാൾക്ക് വേണ്ടി ചെയ്ത വോട്ട് എൻ്റെ സീക്രസി ഞാൻ സൂക്ഷിക്കും. ബിഹാഫ് ഓഫ് എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണോ ഇയാൾ ചെയ്യുന്നത് അയാളാണ്. ഇത്രയുമാണ് ആ ഡിക്ലറേഷനിൽ ഉള്ളത്. ഇത് സഹായി കൊടുക്കുന്ന ഡിക്ലറേഷനാണ്. ഇത് ഈ രീതിയിൽ പൂരിപ്പിക്കണം. ഇത് ഇതും ശരിക്കും രണ്ടാമത്തെ വലിയ കവറിലെ 4ാമത്തെ ചെറിയ കവറാണ് ഇത്. ഇതിനൊരു ലിസ്റ്റ് കൂടിയുണ്ട്, അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ലിസ്റ്റ് ഞാനിപ്പോൾ ഗൂഗിളിൽ നിന്ന് എടുത്തില്ല. അതായത് ഇത്തരത്തിൽ സമ്മതിദാനം വിനിയോഗിച്ച സഹായികളുടെ ഒരു ലിസ്റ്റ്. ആ സഹായികളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്, അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് എന്താന്ന് വെച്ചാൽ സഹായികളെ അനുവദിച്ചതിന്റെ പട്ടികയാണ്. ഈ ഫോമിലെ പ്രധാനപ്പെട്ട വിവരം എന്താണെന്ന് വെച്ചാൽ മണ്ഡലത്തിന്റെ പേര്, നിയമസഭാ മണ്ഡലത്തിന്റെ പേര്, പോളിംഗ് സ്റ്റേഷന്റെ വിവരങ്ങൾ, സമുദായകന്റെ വിവരങ്ങൾ, വോട്ടറുടെ ക്രമ നമ്പർ, വോട്ടറുടെ പേര്, വോട്ടറുടെ ക്രമ നമ്പർ, വോട്ടറുടെ പേര്, യഥാർത്ഥ വോട്ടറുടെ ആട്ടോ, സഹായിയുടെ വിവരങ്ങൾ, സഹായിയുടെ പൂർണ്ണ രൂപത്തിലുള്ള പേര്, സഹായിയുടെ വിലാസം, പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പ്. അപ്പോൾ ഇതാണ് അതിനകത്ത് ഉള്ള, അതായത് സഹായി ഓരോ സഹായിക്കും ഡിക്ലറേഷൻ ഇതുപോലെ എടുക്കും. അത് കഴിഞ്ഞ് മൊത്തം സഹായികളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്, അതാണ് ലിസ്റ്റ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലിസ്റ്റിൽ ഉള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, ഒന്ന് മണ്ഡലത്തിന്റെ പേര്, നിയമസഭാ പാർലമെന്ററി മണ്ഡലത്തിന്റെ പേര് എഴുതുക. രണ്ടാമത് പോളിംഗ് സ്റ്റേഷന്റെ വിവരങ്ങൾ എഴുതുക. മൂന്നാമത് സമ്മതിദായകന്റെ വിവരം എഴുതുക. വോട്ടറുടെ, അതായത് ഈ വോട്ടർ, അതായത് അന്ധനും അവശനുമായിട്ടുള്ള ഈ വോട്ടറുടെ യഥാർത്ഥ ക്രമ നമ്പർ എത്രയാണ്, ആ വോട്ടറുടെ പേരെന്താണ്, അത് ആ കോളത്തിൽ എഴുതുക. അടുത്തതില് സഹായിയുടെ വിവരങ്ങൾ, സഹായിയുടെ പൂർണ്ണ രൂപത്തിലുള്ള പേര്, സഹായിയുടെ വിലാസം, ഇത്ര എഴുതിയാൽ മതി. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പ്. അതാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ആ ലിസ്റ്റ് ഞാനിവിടെ കാണിച്ചിട്ടില്ല, എന്നാലും ഈ കൂട്ടത്തിൽ പറയാണ്, ഈ ഡിക്ലറേഷന്റെ ഒപ്പം ആ ലിസ്റ്റ് കൂടി വേണം എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം.
അപ്പോൾ അതാണ് ഡിക്ലറേഷൻ ബൈ ദ കമ്പാനിയൻ ഓഫ് ബ്ലൈൻഡ് ആൻഡ് ഇൻഫേം വോട്ടർ ആൻഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് പിന്നെ റെസീറ്റ് ആണ്. അനക്സർ 19 നിങ്ങൾ റെസീറ്റ് ബുക്ക് കാണുന്നുണ്ട്. റെസീറ്റ് ബുക്ക് എന്ന് പറയുന്നത് റെസീറ്റ് ഫോർ ചലഞ്ച് ഫീ, 3 കോളത്തിൽ ഞാൻ അത് വിശദമാക്കാം. 2 മതി ശരിക്കും. ഇത് ആദ്യത്തെ ഒരു കോളം കണ്ടല്ലോ, റെസീറ്റ് ഫോർ ചലഞ്ച് ഫീ, അതായത് ചലഞ്ച് ഫീസിനുള്ള റെസീറ്റ് ബുക്കാണ് ഇത്. ഒരു വോട്ടറുടെ ഐഡന്റിറ്റി സ്ഥാനാർത്ഥിയോ പോളിംഗ് ഏജന്റോ ചോദ്യം ചെയ്യുമ്പോൾ അടയ്ക്കേണ്ട ഫീസിനുള്ള റെസീറ്റാണിത്. റെസീറ്റിലെ പ്രധാന ഭാഗങ്ങൾ: ഫീസിനായുള്ള റെസീറ്റ്. 1961 തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങളിലെ 36-ാം ചട്ടം അനുസരിച്ച് ഒരാളുടെ വോട്ട് ചോദ്യം ചെയ്യുന്നതിനായി സ്ഥാനാർത്ഥിയിൽ നിന്നോ ഏജന്റിൽ നിന്നോ 2 രൂപ കൈപ്പറ്റിയെന്ന സാക്ഷ്യപ്പെടുത്തൽ. അപ്പോൾ ആദ്യത്തെ കോളം നമ്മൾ കണ്ടു. റസീവ്ഡ് എ സം ഓഫ് അറസ്റ്റ് ടു ഇൻ ക്യാഷ് ഫ്രം ഇന്നയാള്, ഇന്ന കാൻഡിഡേറ്റിന്റെ ഇലക്ഷൻ ഏജന്റ് എന്നെഴുതി അതിൽ ഡേറ്റ് എഴുതുക, 9-ാം തീയതി, പ്രിസൈഡിങ് ഫോർ പോളിംഗ് സ്റ്റേഷൻ നമ്പർ, അയാൾ ഒപ്പിടുക. ഇനി അയാൾ പറഞ്ഞ ക്ലെയിം ശരിയല്ലെങ്കിൽ എന്താവും? അനക്സർ അടുത്ത കോളത്തിൽ നിങ്ങൾ കണ്ട ഫോർഫെയ്റ്റഡ് ടു ഗവൺമെന്റിലേക്ക് 2 രൂപ കണ്ടുകിട്ടിയെന്നും പറഞ്ഞിട്ട് അവിടെ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടും. ആ 2ാമത്തെ കോളത്തിന്റെ പകുതി ഭാഗം വരെ മാത്രം. ഇനി ഇയാൾ പറഞ്ഞ വാദം ശരിയാണെങ്കിലോ, ചലഞ്ച് ചെയ്ത ആൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അയാൾക്ക് 2 രൂപ തിരിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ അടുത്ത പാരഗ്രാഫ് നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെയെങ്കിൽ മുകളിലത്തെ ഉപയോഗിക്കില്ല. റിസീവ്ഡ് ബാക്ക് ദ എമൗണ്ട് ₹2 ഓൺലി അണ്ടർ കണ്ടക്ട് ഇലക്ഷൻ റൂൾസ് എന്ന് ഡേറ്റ് എഴുതിയിട്ട് റെസീറ്റ് തിരിച്ചു കിട്ടിയതായിട്ട് നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് ഓർ ഇലക്ഷൻ ഏജന്റ് ഓർ പോളിംഗ് ഏജന്റ്. ആരാണോ ഈ തടസ്സം ഉന്നയിച്ചത്, ചലഞ്ച് ഉന്നയിച്ചത്, അവരുടെ ഒപ്പാണ് അവിടെ വേണ്ടത്. അപ്പം മുകളിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മുകളിൽ പ്രിസൈഡിംഗ് ഓഫീസർ, മുകളിലല്ല ഒപ്പിടേണ്ടത്. ഗവൺമെന്റിലേക്ക് കണ്ടു കിട്ടിയാൽ മാത്രം ഫോർഫെയ്റ്റഡ് ടു ഗവൺമെന്റിന്റെ അടിയിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടുക. ഇതാണ് അതിൻ്റെ ഒരു ചലഞ്ച് ഫീയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഫോംസ്. മനസ്സിലായിട്ടുണ്ടാവുന്നത്. 3 പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. അയാളോട് മേടിക്കൽ ഒന്നുണ്ട്. അയാൾ ഈ ചലഞ്ച് പരാജയപ്പെട്ട ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടേണ്ട ഒരു ഭാഗം ഇവിടെ ഉണ്ട്. പിന്നെ അയാൾ പറഞ്ഞതാ വിജയിച്ചെങ്കിൽ അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു ഭാഗം ഇവിടെയുണ്ട്. ഇത്രയുമാണ് അതിൽ പറയുന്നത്. ഇനി അതാണ് റെസീറ്റ് ബുക്ക് പൂരിപ്പിക്കുന്ന വിധമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അടുത്തത് ലെറ്റർ ഓഫ് കംപ്ലൈന്റ് ടു SHO പോലീസ്, അനക്സർ 20. അത് പിന്നെ പോലീസിൽ പരാതി കൊടുക്കുന്ന രീതി. അതായത് ചലഞ്ചിൽ കള്ളവോട്ട് ശ്രമം നടക്കുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് നൽകേണ്ട പരാതിയുടെ ഫോമാണിത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരാൾ ഏജന്റ്, അയാളല്ല ആൾമാറാട്ടം വന്ന് ചലഞ്ച് ചെയ്ത് നോക്കുമ്പോൾ ആൾമാറാട്ടമാണെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ ബോധ്യപ്പെട്ടാൽ ഒരു പരാതി സഹിതം SHO ഫോം ഉണ്ട്. അതിന് ആ പരാതിയുടെ ഫോമാണിത്. ആ ഫോം പൂരിപ്പിച്ച് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ഇയാളെ അടക്കം ഏൽപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇതിൽ പറയുന്നത്. സ്വീകർത്താവ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ്. ഫസ്റ്റ് ഇന്ന സ്ഥലത്ത് എവിടെയാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, പിന്നെ ഇരിക്കൂർ അല്ലെങ്കിൽ ഇരിട്ടി. വിഷയം എന്താണ്? എലക്ഷൻ ടു ഇന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി കംപ്രൈസ്ഡ് വിത്തിൻ ഇന്ന പാർലമെന്റ്, കണ്ണൂർ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി, ഇംപേഴ്സൺ ഓഫ് പോളിംഗ് സ്റ്റേഷൻ. ആൾമാറാട്ടം, ഇംപേഴ്സണേഷൻ എന്ന് പറഞ്ഞാൽ ആൾമാറാട്ടമാണ്. ഇന്ന പോളിംഗ് സ്റ്റേഷൻ നമ്പർ, പേരും. അവിടെ നടന്ന ആൾമാറാട്ടമാണ് ഇവിടുത്തെ വിഷയം. ഡേറ്റ് ഓഫ് പോള് 9/4/2000. ബഹുമാനപ്പെട്ട സാർ, നമ്മൾ പറയാണ് ഇതിൽ ശ്രീ ഇന്നയാള്, പേര് സൺ ഓഫ് ഇന്നയാള് ആൻഡ് റെസിഡന്റ് ഓഫ് ഇന്നയാള് ഹാസ് ചലഞ്ച്ഡ് ദ ഐഡന്റിറ്റി ഓഫ് ദ പേഴ്സൺ ഹു ഈസ് ബീയിങ് ഹാൻഡഡ് ഓവർ ടു. അതായത് എൻ്റെ കൃത്യമായ ഇത് പറഞ്ഞുതരാം. ശ്രീ ഡാഷ് മകൻ, താമസസ്ഥലം മകള്, അച്ഛൻ്റെ പേര്, താങ്കൾക്ക് കൈമാറുന്ന ഈ വ്യക്തിയുടെ വോട്ടർ വ്യക്തിത്വം ചോദ്യം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വ്യക്തി താൻ ഇന്നയാളാണെന്ന് അവകാശപ്പെടുന്നു. അപ്പോൾ മേലെ പറയുന്നത് ആരാ? ഐ ആം ടു റിപ്പോർട്ട് ദാറ്റ് ശ്രീ സൺ ഓഫ് റെസിഡന്റ് ഓഫ്
ആസ് ചലഞ്ച് ചെയ്ത ഏജന്റ്, അതാണ് ആദ്യത്തെ പേര്. ഐ ആം ടു റിപ്പോർട്ട് ദാറ്റ് ശ്രീ ഇന്നയാള്, അയാളുടെ അച്ഛന്റെ പേര്, ഇന്ന താമസിക്കുന്ന സ്ഥലത്ത് ഈ പറയുന്ന ആളുടെ ചലഞ്ച് വ്യക്തിയുടെ വോട്ടർ വ്യക്തിത്വം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ വ്യക്തി എന്തു പറയുന്നു? താനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയണം? ഐഡന്റിറ്റി ഓഫ് ദ പേഴ്സൺ ഹു ഈസ് ബീങ് ഹാൻഡഡ് ഓവർ ടു ദിസ് പേഴ്സൺ ക്ലെയിംഡ് ടു ബി ഇന്നയാളാണെന്ന് പറയുന്നു. സീരിയൽ നമ്പർ ഇന്നയാണ്. അപ്പോൾ ടു SHO പോലീസ് എന്ന് പറയുന്നു. ഏതാ? ചലഞ്ചഡ് ദ ഐഡന്റിറ്റി ഓഫ് ദ പേഴ്സൺ. അപ്പോൾ അയാളുടെ ഈ പേഴ്സന്റെ ഐഡന്റിറ്റി ഇന്നയാള് ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ചെയ്ത ഏജന്റിന്റെ, പോളിംഗ് ഏജന്റിന്റെ പേരും അച്ഛന്റെ പേരും അഡ്രസ്സും ആണ് ഏറ്റവും ആദ്യം എഴുതേണ്ടത്. അതിനുശേഷം ബീയിങ് ഹാൻഡഡ് ഓവർ ടു ദി SHO പോലീസ് ഇന്ന സ്ഥലം. അതിനുശേഷം പറയുന്നു ദിസ് പേഴ്സൺ ക്ലെയിം ടു ബി ഹൂ നെയിം അപ്പിയേഴ്സ് ഇൻ സീരിയൽ നമ്പർ. അപ്പോൾ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ പേര് ഇന്നതാണെന്ന്, അതിന്റെ സീരിയൽ നമ്പർ നമ്മുടെ ഇലക്ടറൽ റോൾ ഇന്നതിലാണ്, പാർട്ടി നമ്പർ ഇന്നതാണ്, ഓഫ് ദി ഇലക്ടറൽ റോൾ ഓഫ് ഡാഷ് കോൺസ്റ്റിറ്റ്യുവൻസി, അതായത് ഇരിക്കൂർ, അതായത് നിയമസഭാ മണ്ഡലത്തിലെ കോൺസ്റ്റിറ്റ്യുവൻസി, നിയമസഭാ മണ്ഡലമാണ് കോൺസ്റ്റിറ്റ്യുവൻസി എഴുതേണ്ടത്. ഹി കുഡ് നോട്ട്, അതിന് ശേഷം പറയാണ്, അതെല്ലാം എഴുതി കഴിഞ്ഞ ശേഷം പറയാണ്, താൻ ഈ സമ്മതിദാനകൻ തന്നെയാണെന്ന് തെളിയിക്കാൻ ഇയാൾക്ക് സാധിച്ചിട്ടില്ല. എന്റെ അഭിപ്രായത്തിൽ ഇയാൾ ഒരു ആൾമാറാട്ടക്കാരനാണ്. പ്രിസൈഡിംഗ് ഓഫീസർ അവസാനം പറഞ്ഞ വാചകം അതാണ്. അതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ 171F പ്രകാരം ഇയാൾക്കെതിരെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിശ്വസ്തയോടെ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പൊക്കെയാണ് കാണുന്നത്. കോപ്പി എന്നിട്ട് ആർക്കൊക്കെ കൊടുക്കണമെന്ന് പറയുന്നത്? ഇതിന്റെ കോപ്പി റിട്ടേണിംഗ് ഓഫീസർക്ക് കൊടുക്കണം, പാർലമെന്റിലെ റിട്ടേണിംഗ് ഓഫീസർക്ക് കൊടുക്കണം ആണെങ്കിൽ. അപ്പോൾ അതിനുശേഷം റിട്ടേണിംഗ് ഓഫീസർക്ക് കൊടുത്താൽ മതി, നമ്മുടെ നിയമസഭാ മണ്ഡലമാണ്, അതുകൊണ്ട് നിയമസഭ റിട്ടേണിംഗ് ഓഫീസർക്ക് കൊടുക്കുക. അതിനുശേഷം പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടുക. ആ കോപ്പി കൊടുത്താണ് പറഞ്ഞത്. മറ്റേ SHOയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എബോവ് ലെറ്റർ ആൻഡ് പേഴ്സൺ റെഫേർഡ് ടു ദെയറിൻ വെർ ഹാൻഡഡ് ഓവർ ടു മീ അറ്റ് ഇൻ അവർ ഓൺ ഡേറ്റ് ബൈ ദ പ്രിസൈഡിംഗ്. എനിക്ക് ആളെയും പരാതിയും ഈ വ്യക്തിയെയും കൈമാറി എന്നതാണ് ഈ പിന്നെ ഇവിടെ താഴെ ഒപ്പിട്ട് തരുന്നത് ആര്? SHO. ഇത്രയാണ് ഈ ഫോമിൽ. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടാവില്ല. വെറുതെ ഈ ആൾമാറാട്ടമൊന്നും ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ കേരളത്തിൽ തീരെ കുറവാണ്. പണ്ട് കാലത്തെ പോലെ ഒന്നും ഇല്ല. അതുകൊണ്ട് അതെല്ലാം പോലീസ് കംപ്ലൈൻറ്റും അതാ ഇതാന്നൊന്നും ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ഞാൻ ആ ഫോമിലൂടെ ഒന്ന് കടന്നു പോവുക മാത്രം ചെയ്തതാണ്. ഓക്കെ, ഈ ഫോമുകളും നമുക്ക് റെസീറ്റിൽ പറഞ്ഞിട്ടുള്ള ഫോമിലുള്ള കവറുകളാണ്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യമായിട്ടും ചെയ്യേണ്ടതാണ്. ഞാൻ ഇതും കൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു സെറ്റ് കവറും കൂടി, ഒറ്റ വീഡിയോയും കൂടി പറയാനുള്ളൂ. അതും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.